ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് ഓർത്തോഗ്രാഫി വ്യൂ വരയ്ക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറ്റി നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ വ്യൂ എന്ന് പറയുന്നതാണ് ഐസോമെട്രിക് വ്യൂ എന്നാണ് പറയുക. ഇങ്ങനെ ഈ 3D ആയിട്ട് കാണുന്ന ഈ വ്യൂവിന്. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് ഓർത്തോഗ്രാഫിക്കിലേക്ക് വരയ്ക്കേണ്ടത്. അതായത് ഓർത്തോഗ്രാഫി വ്യൂ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഇവിടെ ഇപ്പോൾ ഏത് സൈഡാണ്? ഇവിടെ ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്, എഫ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഒരു ഒബ്ജക്റ്റ് തരുവാണെങ്കിൽ ഫ്രണ്ട് ഏതാണെന്ന് കാണിക്കും, എഫ് എന്ന് എഴുതിയിട്ട് കാണിക്കും. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലുള്ള ഈ വ്യൂ ആണ്, ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇത്. ഇവിടെ അതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ 3 വ്യൂ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ അളവുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അളവുകൾ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ സ്കെയിൽ കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ 140 ഒക്കെയാണ്. ഇപ്പോൾ ഇത് നോർമൽ ഇപ്പോൾ തന്നിരിക്കുന്ന അളവ് തന്നെ വരയ്ക്കുകയാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ പേപ്പർ ഷീറ്റിൽ സ്പേസ് വിടുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഫ്രണ്ട് വ്യൂ, ഇവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലാണ് ആ വ്യൂ വരയ്ക്കേണ്ടത്, അത് വരും. അതുകൊണ്ട് തന്നെ അതേപോലെ ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയാണ് ടോപ്പ് വ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ താഴേക്ക് സ്പേസ് ഉണ്ടാവണം. അതേപോലെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ സ്പേസ് ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ ആയിരുന്നു വരയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ സ്പേസ് കാണണമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പേപ്പറിൻ്റെ ഇവിടുന്ന് തന്നെ വരയ്ക്കാം. ഓക്കെ, ഇത് മിനി ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്ത് തന്നെ വരയ്ക്കണം, എങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുന്ന് വരയ്ക്കാം. ഇത് 140. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ നോക്കാം. ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗം കാണും? ഈ ഒരു ഭാഗം കാണും, ഈ റെക്റ്റാങ്കിൾ കാണും, പിന്നെ ഈ സർക്കിൾ കാണും അല്ലേ, ഈ ഒരു സ്ലോപ്പ് കാണും, ഈ 2 ഹോൾ കാണില്ല. പക്ഷേ അത് ഉള്ളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഹിഡൻ ആയിട്ട് നമുക്ക് കാണിക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വരയ്ക്കാം, 140 വരയ്ക്കാം. ഇനി മുകളിലേക്ക് 50 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗമായി. ഇനി നമ്മൾ എന്താണ് ഈ സർക്കിൾ വരയ്ക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ സർക്കിളിലേക്കുള്ള ബാക്കി നമുക്ക് ഈ സ്ലോപ്പൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ സർക്കിൾ വരയ്ക്കണം, സർക്കിളിൽ സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇവിടുന്ന് ഈ സെൻറ്ററിലേക്കുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട് 50. അടിഭാഗത്തുനിന്ന് ഏറ്റവും ബോട്ടത്തുനിന്ന് സെൻറ്ററിലേക്കുള്ള ഹൈറ്റ് 50 തന്നിട്ടുണ്ട്. അപ്പോൾ ആ അളവായി, ഹൈറ്റായി. നമുക്ക് ഇനി ഈ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് അറിയണം. അതിനെന്താ, അത് റേഡിയസ് നോക്കിയാൽ മതി. വലിയ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? ഡയമീറ്റർ 48 ആണ്. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? 24. ഇത് ഡയമീറ്റർ 5 എന്ന് എഴുതിയുകൊണ്ട് ഡയമീറ്റർ ആണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഡയമെൻഷനിൽ പഠിച്ചതാണ്, ഡയമെൻഷൻ ചെയ്യുമ്പോൾ പഠിച്ചതാണ്. അപ്പോൾ 24. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 24ഉം മുകളിലേക്ക് 50 എടുത്താൽ സെൻറ്റർ കിട്ടും. ഓക്കെ, സെൻറ്റർ കിട്ടി. ഇവിടെ സെൻറ്റർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഞാനൊരു സെൻറ്റർ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു സെൻറ്റർ ലൈൻ വരച്ചു. ഇനി നമുക്ക് റേഡിയസ് വലിയ സർക്കിൾ വരയ്ക്കാം. റേഡിയസ് 48 ആണ് ഡയമീറ്റർ, റേഡിയസ് 24 നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ കോമ്പസിലേക്ക് എടുത്താൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സർക്കിൾ വരയ്ക്കാം. അത് 24 ആണ് ഡയമീറ്റർ, അപ്പോൾ 12. ഓക്കെ, അപ്പോൾ സർക്കിൾ കഴിഞ്ഞു. ഇനി ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താ ഇത് അല്ലേ, ഈ ലൈൻ നമുക്ക് കാണാം. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു സ്ലോപ്പ് അല്ലേ, ഈ ഒരു സ്ലോപ്പ് നമുക്കിവിടെ കാണാം. അപ്പോൾ അത് ഈ സർക്കിളിൽ ഒരു ടാൻജൻ്റ് ആവുന്ന രീതിയിൽ വരയ്ക്കാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ ആയി. ഇനി നോക്കിയാൽ വേറെ നമുക്കിനി കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് വേറെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ 2 ഹോൾ ഉണ്ടല്ലേ. അപ്പോൾ ഈ 2 ഹോൾ ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ നിന്ന് കാണില്ല. പക്ഷേ ഈ 2 ഹോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് എന്ന് നമ്മൾ കാണിക്കണം. അതിനുവേണ്ടി ഹിഡനായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡാഷ് ലൈൻ ഉപയോഗിച്ച് അത് വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തണം. ഈ ഹോളിൻ്റെ സെൻറ്റർ അതിവിടെ തന്നിട്ടുണ്ട്, 35 ആണ്. ഇങ്ങോട്ട് 35. ഇനി നമുക്ക് ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കാം. ഇത് സർക്കിൾ ഹോളാണ്, അപ്പോൾ അതിനും ഒരു സെൻറ്റർ ലൈൻ പോലെ വരയ്ക്കാം. ഹിഡൻ ലൈൻ ഡാഷ് ലൈൻ ഉപയോഗിച്ചാണ് വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 60. 2 × 5 16 ആണ്. അതായത് 2 എണ്ണം 16 ആണ് ഡയമീറ്റർ. അപ്പോൾ 8 വരും. അപ്പോൾ 8 ഇങ്ങോട്ടും 8 ഇങ്ങോട്ട്, ഈ സെൻറ്ററിൽ നിന്ന് 8 ഇങ്ങോട്ടും എടുത്താൽ മതി.
നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയിരിക്കുകയാണ്. ഇനി വേറെ ഒന്നും നമുക്കിവിടെ ഫ്രണ്ട് നോക്കുമ്പോൾ വേറെ ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ടോപ്പ് വ്യൂ നമുക്ക് അടുത്ത ടോപ്പ് വ്യൂ ആയിരിക്കാം. ടോപ്പ് വ്യൂ ഇവിടെ അതിൻ്റെ അടിയിലേക്കാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 3 സെൻറ്റിമീറ്ററോളം വിട്ടിട്ട് ടോപ്പ് വ്യൂ ആയിരിക്കും. നമുക്ക് ഡയമെൻഷനൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു 3-4 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ നേരെ തന്നെയാണ് വരിക. എന്ന് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റ് ഒരേ പ്ലേസിൽ വെച്ചിട്ടാണ് നോക്കുന്നത്, അല്ല ഫ്രണ്ടൊന്നും ടോപ്പ് നിൽക്കുക. അപ്പോൾ ഇവിടെ മാറ്റം വരില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ അളവ് ഇനി എടുക്കണം എന്നില്ല. 140 ഇവിടെ നമുക്ക് മുകളിൽ നോക്കുമ്പോൾ അറിയാം 140 തന്നെയാണ്. അപ്പോൾ അത് ഇനി എടുക്കണം, നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഈ ഇവിടെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ റെക്റ്റാങ്കിൾ തന്നെ കാണാം, റെക്റ്റാങ്കിൾ ഔട്ട്ലൈൻ തന്നെ കാണാം അല്ലേ. അപ്പോൾ അതങ്ങ് വരയ്ക്കാം. അളവ് 70 അല്ലേ. ഇനി എന്താണ്, ഇനി നോക്കൂ, ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ കാണുക, ഈ ഒരു ലെങ്ത് ഇവിടെ കാണും അല്ലേ, ഇവിടെ ഇങ്ങനെ കാണും. അതെത്ര 25. ഈ ഒരു 15 ഉള്ള ആ ഒരു ഇത് കാണും. പിന്നെ ഈ 2 ഹോള് കാണും. ഇത്രയല്ലേ കാണുക. ഓക്കെ. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇതെവിടെ വരെ ഉണ്ട് എന്നുള്ളത് അതൊക്കെ ഇനി നമുക്ക് ഇവിടുന്ന് അളവെടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതെന്ന് പറയുന്നത് ഉള്ളിൽ കൂടെ ഒരു ഹോളാണ് അല്ലേ. അത് നമ്മൾ ഇത് ഹോൾ ഹിഡൻ ലൈൻ, ഡാഷ് ലൈൻ കാണിച്ച പോലെ ഇതും ഹിഡൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സെൻറ്റർ ലൈൻ, ഇവിടെ ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഈ അളവൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഇനി നേരെ ഇങ്ങോട്ട് വരച്ചാൽ മാത്രം മതി. ഞാനിവിടെ മിനി ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഞാനൊരു സെറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്കങ്ങനെ ചെരിഞ്ഞ് പോകും. അപ്പോൾ എനിക്കിവിടെ വീഡിയോ എടുക്കാനായിട്ട് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മിനി ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്ത് വരയ്ക്കാൻ പാടുള്ളൂ, അല്ല തെറ്റും, എന്തായാലും തെറ്റും. ഇനി നമ്മൾ ഈ 2 ഹോള് ഇവിടെ കാണും. അത് നമുക്കറിയാം 35 നമുക്ക് ഓൾറെഡി ഇവിടെ അതിൻ്റെ സെൻറ്റർ ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇവിടെ വരയ്ക്കാം. ഇനി ഈ അളവ് 27 അടയാളപ്പെടുത്തുക. ഓക്കെ. ഇനി ഇതിൻ്റെ ഡയമീറ്റർ 60 ആണ്. അപ്പോൾ 8 റേഡിയസിൽ 2 ഹോളിൽ 2 സർക്കിൾ വരും അല്ലേ, 2 സർക്കിൾ. അപ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂ ആയി. ഇനി ഒരു കാര്യം കൂടെ നോക്കണം. ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇത് അങ്ങോട്ട് കയറി വരുന്നുണ്ട് അല്ലേ. അതിന് കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് അപ്പുറത്തേക്കാണ് ഈ സർക്കിൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ലൈൻ ഇങ്ങോട്ട് കയറി നിൽക്കുന്നതായിട്ട് കാണും. അതായത് ഇതിപ്പോൾ ഒരു ടാൻജൻ്റാണ്, ഈ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടാൻജൻ്റായിട്ട് കിട്ടുന്ന പോയിൻ്റിൽ നിന്ന് നമ്മൾ ടാൻജൻറ്റിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ടാവും. ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുക, സർക്കിളിൻ്റെ ഒരു പോയിന്റിലാണ് ഇത് ടച്ച് ചെയ്യുക. ആ പോയിൻ്റ് എവിടെയാണോ അവിടുന്ന് താഴത്തേക്ക് വരും. അവിടെ വരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ടാൻജൻറ്റ് എക്സാക്റ്റ്ലി എവിടെ നിന്നാണ് കിട്ടുക നോക്കുക. അവിടെ നിന്ന് താഴത്തേക്ക് വരച്ചാൽ നമുക്ക് ഇവിടെ നിന്നൊരു പോയിൻ്റ് കിട്ടും. അവിടെ നിന്ന് ഇതിങ്ങോട്ട് നീട്ടി വരയ്ക്കണം. ഈ പോയിൻ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. പോയിൻ്റ് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ വരച്ചിടൊന്നും വേണ്ട.
അവിടെ വരെ ഈ ലൈൻ നീണ്ടു നിൽക്കും. ഇങ്ങനെ കാണും നമ്മളൊരിത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ആയി, അതേപോലെ ടോപ്പ് വ്യൂ ആയി. ഇനി വേണ്ടത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്, ലെഫ്റ്റ്. അപ്പോൾ അതെവിടെ വരിക? ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റിൽ. അപ്പോൾ ഓക്കെ, നമുക്കത് വരയ്ക്കാം. അപ്പോൾ അത് കിട്ടും. ഇവിടെ നിന്ന് നമ്മളൊരു 3 സെൻറ്റിമീറ്ററോ 4 സെൻറ്റിമീറ്ററോളം വിടണം, എന്നിട്ട് വേണം വരയ്ക്കാൻ. ഇങ്ങോട്ടുള്ള അളവ് 70 ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇതിൻ്റെ ഹൈറ്റ് 15. മുകളിലേക്ക് 15, ഇവിടെ 15 ഉണ്ടല്ലോ. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങോട്ട് എത്ര തള്ളി നിൽക്കുന്നത്? 25 ആണ്. 25. താഴത്തേക്ക് എത്ര വരുന്നുണ്ട്? അത് ഈ താഴത്തേക്ക് വരുന്ന ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്, വലിയ സർക്കിളിൻ്റെ. അത് 48. അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അത് ഇവിടെ തന്നെ അതുപോലെ ഈ അളവ് ഇത് 15 ആണ്. അപ്പോൾ 15, 25 ഇവിടെ 15 ഇങ്ങോട്ട് വരണം. ഓക്കെ, അപ്പോൾ ബാക്കി മാത്രമേ ഒരു 10 മാത്രമേ ഇവിടെ കാണുള്ളൂ. അതായി. ഇനി നമുക്കിവിടെ ഒരു കട്ടിങ് ഉണ്ടല്ലേ മുകളിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 50, ഇങ്ങോട്ട് 50. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം. ഇനി ഇത് മുകളിലേക്ക് കയറും. ഇവിടെ കണ്ട പോലെ തന്നെ ഒരു ലൈൻ ഇങ്ങോട്ട് മുകളിലേക്ക്, ഇവിടെയും മുകളിലേക്ക് കയറി നിൽക്കും. അതെവിടെ വരെയാണ്? ഈ സർക്കിളിൻ്റെ ടാൻജൻ്റായിട്ട് വരുന്നിടത്ത് വരെ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയി. ഇനി ഹിഡൻ ആയിട്ട് പോകുന്നത്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഹോള് പോകുന്നുണ്ട്. അപ്പോൾ അതിവിടെ കാണിക്കണം. ഇതിൽ ഹോള് പോകുന്നുണ്ട്, അതിവിടെ കാണിക്കണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ ഉണ്ട് അല്ലേ, ഇവിടെ ഉണ്ട്, ഈ സർക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നേരെ മിനിറ്റ് ഓഫ് സ്കെയിൽ നേരെ വെച്ച് ഡാഷ് ലൈൻ വരച്ചാൽ മതി. ഈ ഹോള് ഇവിടെയും നമ്മൾ കാണും. അപ്പോൾ അത് എത്രയാണ്? 27 അല്ലേ? ഇവിടുന്ന് 27. വ്യൂ ആയി, ടോപ്പ് വ്യൂ ആയി, ലെഫ്റ്റ് സൈഡ് വ്യൂ ആയി. ഓക്കെ, ഇനി നമ്മൾ ഡയമെൻഷൻ ചെയ്യണം. എന്നുള്ളതാണ്. അപ്പോൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മളിവിടെ HB കൊണ്ട് വരച്ചെങ്കിൽ തിന്നായിട്ടുള്ള ലൈൻ H കൊണ്ട് വേണം ഡയമെൻഷൻ ചെയ്യാൻ. ഡയമെൻഷൻ നമുക്കിവിടെ ഈ ഫ്രണ്ട് വ്യൂവിലുള്ള അത് തന്നെ ടോപ്പ് വ്യൂവിലുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ 140 ഉണ്ട്. ഇപ്പോൾ 140 നമുക്ക് ഇവിടെയും ചെയ്യാം, ടോപ്പ് വ്യൂവിലും ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ചെയ്യാം. വൺ 140 ചെയ്തു. ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് സർക്കിളിൻ്റെ ഡയമീറ്റർ ഇതിൽ കാണിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ഫ്രണ്ട് വ്യൂ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ഹൈറ്റ് ചെയ്യാം അല്ലേ? ഹൈറ്റ് ചെയ്യാം 50. ഇനി ഏതാ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഈ ഹൈറ്റ് 15.
ഇത്ര ചെയ്തു. ഇനി നമുക്ക് ഈ ഹോള് ഇതൊക്കെ നമുക്ക് ടോപ്പ് വ്യൂവിൽ ചെയ്യാം, ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിലുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് പേര് എടുക്കാം. ഒന്ന് ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇനി ടോപ്പ് വ്യൂവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 140 ഒന്നിന് വീണ്ടും ടോപ്പ് വ്യൂവിൽ ചെയ്യണ്ട. ടോപ്പ് വ്യൂവിൽ ബാക്കി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ഈ 25 ചെയ്യാം അല്ലേ? 25 ഇവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ 70 ടോട്ടലാണ്, ടോട്ടൽ 70. അത് ഇവിടെ വേണമെങ്കിൽ ചെയ്യാം, ഇനി ഇവിടെ വേണമെങ്കിൽ ചെയ്യാം, ഇവിടെ ചെയ്യാം നമുക്കത് വേണമെങ്കിൽ ഈ 70 എന്നുള്ളത്. ഇനി നമുക്ക് ഈ രണ്ട് ഹോളിൻ്റെ ചെയ്യാം. അത് രണ്ടും ഒന്ന് 2 × 560 എന്ന് പറഞ്ഞ് ചെയ്താൽ മതി, ഒരേപോലെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിത് വെളിയിലേക്ക് കൊണ്ടിടാം. ഉള്ളത് ഈ നീളമുണ്ടല്ലേ, 35 ഉണ്ട്. ഇനി ഈ 27 ഉണ്ട്. 27 ഇനി ഇവിടെ ഒരു 15 ഉണ്ട്, 17 ഉണ്ട്. 15, 17. അപ്പോൾ ആദ്യം നമുക്കത്, അപ്പോൾ ആദ്യം ചെറിയ അളവ് ഏറ്റവും ആദ്യം ചെയ്യാം, അതിന് ശേഷമാണ് വലിയ അളവ് പുറത്തേക്ക് ചെയ്യാം. പാരലൽ ഡയമെൻഷനിങ്. അപ്പോൾ ഇതിവിടെ എടുത്തു. ഇനി ഏതെങ്കിലും അളവ് മിസ്സായി പോയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് രണ്ടാമത്തത് ടോപ്പ് വ്യൂ. ഇത് ഇങ്ങനെ എഴുതാം. മൂന്ന് ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അളവ് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ടോപ്പ് വ്യൂവിൽ ഈ ഒരളവ് നമ്മൾ കാണിച്ചിട്ടില്ല. ഇത് ടോപ്പ് വ്യൂവിലല്ലാതെ വേറെ എവിടെ ഇത് കാണിക്കാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡയമെൻഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ഒരു ഇതൊക്കെ ഏതൊക്കെ എവിടെയൊക്കെ ചെയ്യണം എന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ഡയമെൻഷൻ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ മായ്ക്കേണ്ടതൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത് 15 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തോഗ്രാഫ് വ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്ക് കിട്ടും കേട്ടോ. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നല്ല വൃത്തിയായി വരച്ച് ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 20 മാർക്ക് കിട്ടും. അപ്പോൾ ഡയമെൻഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായി എവിടെ ഏതൊക്കെ ഇതിൽ ചെയ്യണം എന്നൊരു ധാരണ ഉണ്ടാക്കി ഡയമെൻഷൻ ചെയ്യുക, ഒന്ന് വിട്ടുപോകാതെ ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ 2 × 560 ഇവിടെ ചെയ്തില്ലേ, ഇത് നമുക്ക് ഇവിടെയും ചെയ്യാം കേട്ടോ. ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇത് കുറച്ചുകൂടി താത്തിയിട്ട് 140 എന്നുള്ളത് കുറേ താണ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് വേണം ചെയ്യാം. അപ്പോൾ 560 എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ വരച്ച് ചെയ്യുമ്പോൾ 560 എന്ന് എഴുതിയാൽ മതി. 5 എഴുതണം, 5 എഴുതാതെ എഴുതരുത്. 5 എഴുതിയാൽ മാത്രമേ ഇത് സർക്കിളാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. 560 എന്ന് ഇവിടെ എഴുതാം, ഇവിടെയും 560 എന്ന് എഴുതാം. 2 × എന്നല്ല 560, ഇവിടെയും 560. അപ്പോൾ 140 പിന്നെയും കുറച്ചുകൂടി താഴും. ഇങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാ അളവുകളായി. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.